കോഴിക്കോട്ടുള്ള കല്ലായിപ്പുഴ പല സിനിമകൾക്കും പശ്ചാത്തലമായിട്ടുണ്ട്. കല്ലായിപ്പുഴയും അതിനടുത്തുള്ളൊരു മരക്കമ്പനിയും പശ്ചാത്തലമാക്കി NP മുഹമ്മദ് തിരക്കഥയും സംഭാഷണവും രചിച്ച് പ്രശസ്ത ഗാനരചയിതാവ് യൂസഫ് അലി കേച്ചേരി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മരം. മരം എന്ന ചിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നെല്ലിക്കോട് ഭാസ്കരൻ്റെ മുഖമാണ്. പ്രേംനസീറും ജയഭാരതിയും KP ഉമറും എല്ലാം പ്രധാന വേഷങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും നെല്ലിക്കോട് ഭാസ്കരനാണ് ഈ ചിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ദേവരാജൻ മാസ്റ്റർ മനോഹരമായ സംഗീതം. മാസ്റ്റർ അങ്ങനെ മാപ്പിളപ്പാട്ടിൻ്റെ ബേസിലുള്ള പാട്ടുകൾ അധികം ചെയ്തിട്ടില്ല. പക്ഷേ മലയാള സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ മലയാള സിനിമ സംഗീതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും നല്ല മാപ്പിളപ്പാട്ട് ചെയ്തിട്ടുള്ളത് മാസ്റ്ററാണെന്ന് തെളിയും. യൂസഫ് അലി ദേവരാജൻ ടീമിൽ നിന്ന് വന്ന മനോഹരമായ ആ മാപ്പിളപ്പാട്ട് ദാസേട്ടൻ്റെ മനോഹരമായ ശബ്ദത്തിൽ പതിനാലാം രാവുദിച്ചതു മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞതു മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുദിച്ചതു മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞതു മുറ്റത്തോ കണ്ണാടി കവിളത്തോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിവെറ്റില തിന്നിട്ടോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിവെറ്റില തിന്നിട്ടോ മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ താനതെന്തെന്തിന്നോ താനിന്നെ താനതെന്തിന്നോ താനതെന്തെന്തിന്നോ താനതെന്തിന്നോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ താനതെന്തെന്തിന്നോ താനിന്നെ താനതെന്തിന്നോ താനതെന്തിന്നോ താനിന്നെ താനതെന്തിന്നോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ 1970 പുറത്തിറങ്ങിയ മിണ്ടാപ്പെണ്ണ് എന്ന ചിത്രത്തിലൂടെയാണ് യൂസഫ് അലി കേച്ചേരി ദേവരാജൻ ടീം ആദ്യമായി ഒന്നിക്കുന്നത്. പിന്നീട് നിരവധി അനുഗ്രഹീത ഗാനങ്ങൾ ഈ കൂട്ടുകെട്ടിൽ നിന്നും നമുക്ക് ലഭിച്ചു. 1976 പുറത്തിറങ്ങിയ ഇതായിടെ വരെ എന്ന ചിത്രത്തിലും ഈ കൂട്ടുകെട്ട് മനോഹര ഗാനങ്ങളാണ് നമുക്ക് നൽകിയത്. ഇതാ ഇവിടെ വരെ, വെണ്ണയോ വെണ്ണില ഉറഞ്ഞതോ, എന്തോ ഏതോ എങ്ങനെയോ, രാസലീല തുടങ്ങിയ മനോഹര ഗാനങ്ങൾ. പത്മരാജൻ്റെ വിഖ്യാത നോവലിന് ചലച്ചിത്രാവിഷ്കാരം ഒരുക്കിയത് യുവ സംവിധായകരിൽ ശ്രദ്ധേയനായ IV ശശിയാണ്. പ്രതികാരവും പ്രണയവും ഇഴചേർന്ന സിനിമയിൽ സോമനും വിധുബാലയും പ്രത്യക്ഷപ്പെടുന്ന ഒരു ഗാനരംഗമുണ്ട്. ദാസേട്ടൻ്റെ വെണ്ണ പോലെ അലിയുന്ന ശബ്ദം മനോഹരമാക്കിയ വെണ്ണയോ വെണ്ണയോ വെണ്ണില ഉറഞ്ഞതോ, വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി, കവിതയോ കവിയും ഇന്ദ്ര
ഇന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി കവിതയോ കവിയും ഇന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ ഒന്നു ചേർന്നൊഴുകി വന്നു ഈ കുട്ടനാടൻ കായലിലെ ഹംസങ്ങൾ തൊട്ടുരുമ്മി ഒന്നു ചേർന്നൊഴുകി വന്നു ഈ കുട്ടനാടൻ കായലിലെ ഹംസങ്ങൾ ചെണ്ടണിഞ്ഞു തേനലകൾ തുളുമ്പി നിന്നു നിന്നെ കണ്ട നാൾ വിടർന്നൊരെന്റെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി കവിതയോ കവിയും ഇന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ മന്ദഹാസലോലയായി നീ വന്നണയുമ്പോൾ എന്റെ മാനസത്തിൽ മൊട്ടിടുന്നു മോഹങ്ങൾ മന്ദഹാസലോലയായി നീ വന്നണയുമ്പോൾ എന്റെ മാനസത്തിൽ മൊട്ടിടുന്നു മോഹങ്ങൾ ഉലകമായി നീ കൽപ്പനയിൽ പൊട്ടിവിടർന്നാൽ ആകെ പൂത്തുലയും നിർവൃതിതൻ പുഷ്പങ്ങൾ പുഷ്പങ്ങൾ വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി കവിതയോ കവിയും ഇന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ